ഇനി സെക്കൻഡ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റിയാണ്. റിലേറ്റീവ് വെലോസിറ്റി. അപ്പം റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സ്പീഡ് വിത്ത് റെസ്പെക്റ്റ് ടു അതിൻ്റെ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഒരു ട്രെയിനിൽ കൂടെ സഞ്ചരിക്കുകയെന്ന് വിചാരിക്കാം. ട്രെയിനിനകത്തിരിക്കുന്ന ഒരാൾ പിന്നെ ഒരു എ എന്ന് പറയുന്ന സീറ്റിലിരിക്കുന്ന ഒരാൾ, ബി എന്ന് പറയുന്ന സീറ്റിലിരിക്കുന്ന ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ടുപേരും സെയിം ഡയറക്ഷനിലേക്ക് വി എ എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വി എ എന്ന് വിചാരിച്ചോ. അപ്പോൾ ബിയുടെ സ്പീഡ് വിത്ത് റെസ്പെക്റ്റ് ടു എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ ട്രെയിനിനകത്തിരിക്കുന്ന ഒരാൾക്ക് ചുറ്റുപാട് നോക്കാതെ നേരെ അയാൾ നോക്കിക്കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഹീ ഈസ് അറ്റ് റെസ്റ്റ്. ഇനി പുറമേ നിന്ന് നോക്കുന്ന ഈ എ എന്ന് പറയുന്ന ആൾ പുറത്ത് ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു ഫീൽഡിനകത്ത് നിൽക്കുകയാണെങ്കിൽ റെയിൽവേ ട്രാക്കിനകത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ആൾ വിത്ത് റെസ്പെക്ട് ടു ടേംസ് ഓഫ് സി എന്ന് പറയുന്നത് എന്തിനാണ്? മോഷനിലാണ് ആണല്ലോ. അപ്പോൾ എപ്പോഴും ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണോ മോഷനിലാണോ അതിൻ്റെ വെലോസിറ്റി എന്താണ് എന്നുള്ളതൊക്കെ ഒബ്സർവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്നർത്ഥം. ഇപ്പോൾ ഒബ്സർവർ അയാളോടൊപ്പം സെയിം വെലോസിറ്റിയിൽ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തിലല്ല? മോഷനിലല്ല. നേരെ മറിച്ച് അയാൾ എവിടെയെങ്കിലും ഫിക്സ്ഡ് ആണ്, ഈ ഒബ്ജക്റ്റ് അയാളുടെ മുമ്പിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതേ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തിനാണ്? മോഷനിലാണ് എന്നുള്ള സംഗതികൾ നിങ്ങൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് തീരുമാനിക്കുന്നത് ഏതെന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന് സ്പീഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു ട്രെയിന് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് പാസ് ചെയ്ത് പോകുമെന്ന് വിചാരിക്കുക. ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇപ്പോൾ ജനശതാബ്ദിയാണെന്ന് വിചാരിച്ചു. ജനശതാബ്ദി സ്പീഡുള്ളൊരു ട്രെയിന്. ഈ ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം അത് പോകുന്നത് ഏകദേശം 60 km/h വിചാരിക്കുക. അപ്പോൾ ഒരു സാമാന്യം നല്ല സ്പീഡുണ്ട്. അപ്പോൾ ഒരു നല്ല സ്പീഡിൽ ട്രെയിൻ ഇതേപോലെ പാസ് ചെയ്ത് പോകുന്നു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. ഇനി അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ജനശതാബ്ദിയിലാണ് വരുന്നത്. ഒരു ജനശതാബ്ദി ഓപ്പോസിറ്റ് വരികയാണ്. ഇയാളിപ്പോൾ നേരെ പ്ലാറ്റ്ഫോമിലല്ല ഇരിക്കണേ. ഇയാളിപ്പോൾ വരുന്നത് വന്ദേ ഭാരതിലാണെന്ന് വിചാരിക്കുക. വന്ദേ ഭാരതിലാണ് വരണതെന്ന് വിചാരിക്കുക. വന്ദേ ഭാരതിൻ്റെ സ്പീഡ് നമുക്കറിയാമല്ലോ, ഏകദേശം 100 km/h. അപ്പോൾ വന്ദേ ഭാരതിൽ ഇരിക്കുന്ന ഒരാൾക്ക് ജനശതാബ്ദിയുടെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന ആളിനേക്കാൾ സ്പീഡിൽ പോകുന്നതായിട്ട് തോന്നും. കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ ഈ ജനശതാബ്ദി പോകുന്നത് ഏകദേശം 60 km/h തോന്നുന്നതെങ്കിൽ ഈ വന്ദേ ഭാരതിൽ വരുന്ന ആൾക്ക് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ജനശതാബ്ദിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ പറഞ്ഞിട്ടുള്ള ജനശതാബ്ദി നേരത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്നതിനേക്കാൾ സ്പീഡിൽ പോകുന്നതായിട്ട് തോന്നും. ഇനി ജനശതാബ്ദിയും ഇതേപോലെ തന്നെ വന്ദേ ഭാരതും സെയിം ഡയറക്ഷനിലാണ് പോകണമെന്നുണ്ടെങ്കിലോ അപ്പോൾ ജനശതാബ്ദിയുടെ സ്പീഡ് വന്ദേ ഭാരതിനെക്കാട്ടിലും കുറവായിട്ട് തോന്നും. അല്ലെങ്കിൽ വണ്ടി ബാക്കോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ബിക്കോസ് നമ്മൾ ഓൾറെഡി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ വേറൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ. ഇപ്പോൾ ഒബ്സർവർ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ദേ നോക്കിക്കോ, ഇയാളാണ് ഇപ്പോൾ ബി ഒബ്സർവർ, ഇയാളാണ് ഇപ്പോൾ ബി ഒബ്ജക്റ്റ്. എ എന്ന് പറയുന്ന ആളാണ് ഒബ്സർവർ. ഇനി ഇയാൾ ബി, ഈ എ എന്ന് പറയുന്ന ആളാണ് ഒബ്സർവർ. ഇയാൾ ബി, എ എന്ന് പറയുന്ന ആളാണ് ഒബ്സർവർ. നോക്കിയേ, ഇയാളെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 60 km/h വിത്ത് റെസ്പെക്ട് ടു എ. ഇനി രണ്ടാമത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 100 + 60 വിച്ച് ഈസ് ഈക്വൽ ടു 160 km/h ജനശതാബ്ദിയുടെ സ്പീഡ് അയാൾക്ക് തോന്നുന്നത്. ഇനി മൂവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലോ 100 അല്ലെങ്കിൽ 60 - 100 വിച്ച് ഈസ് ഈക്വൽ ടു -40 km/h. അതായത് 40 km/h ബാക്കിലേക്ക് പോകുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ചിഹ്നം വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു ഒബ്സർവർ മറ്റൊരു ഒബ്ജക്റ്റിനെ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയിൽ നിന്ന് ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഇത് കുറയ്ക്കണം.
ഓക്കെ, യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ. യെസ്, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. വേർ എ ഈസ് ദ ഒബ്ജക്റ്റ് ആൻഡ് ബി ഈസ് ദ ഒബ്സർവർ, ദെൻ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. മനസ്സിലായല്ലോ? അപ്പം മൂവ് ചെയ്യുന്ന ഒബ്സർവർ എന്താണോ ആ ഒബ്സർവറിൻ്റെ വെലോസിറ്റീനെ ഏതിൽ നിന്ന് കുറയ്ക്കണം? മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എത്രയായിട്ട് തോന്നും എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത്, റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് എന്ത് സംഭവിക്കുന്നു? ഇനി ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, അതായത് ബിയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു എ, അതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ. അപ്പോൾ എപ്പോഴും ഏത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് ലെറ്ററിൽ വരുന്നതും ഒബ്സർവർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെറ്ററിൽ വരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഏതിനെയാണ് കുറയ്ക്കേണ്ടത്? ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയിൽ നിന്ന് ഒബ്സർവറിൻ്റെ വെലോസിറ്റിയാണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പം റിലേറ്റീവ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് വൺ ഡയമെൻഷൻ മോഷൻ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു കാറ് ദേ വരുന്നു, ആ കാർ എന്ന് പറയുന്നത് വെലോസിറ്റി വി എ എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മുന്നോട്ട് മൂവ് ചെയ്യാണ്. അതുപോലെ തന്നെ വി ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അതേ സെയിം ഡയറക്ഷനിലേക്ക് വി ബി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അങ്ങനെയെങ്കിൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലിറ്ററലി എന്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം, വി എ മൈനസ് വി ബി എന്ന് എടുക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ജനശതാബ്ദിയുടെ കേസ്, 60 km/h ജനശതാബ്ദി മുമ്പോട്ട് പോകുന്നു. ഇനി 100 km/h ആര് പോകുന്നു? വന്ദേ ഭാരത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത് വന്ദേ ഭാരത് വി ബി, ജനശതാബ്ദി ജെ എൻ. അപ്പോൾ വെലോസിറ്റി ഓഫ് ജെ എൻ, ഓക്കെ, വെലോസിറ്റി ഓഫ് ജനശതാബ്ദി വിത്ത് റെസ്പെക്ട് ടു വന്ദേ ഭാരത് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ജനശതാബ്ദി മൈനസ് വെലോസിറ്റി ഓഫ് വന്ദേ ഭാരത്. ജനശതാബ്ദിയുടെ വെലോസിറ്റി എത്ര? 60 km/h മൈനസ് 100 km/h വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? -40 km/h. ഈ മൈനസിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ദേ ഭാരതിൽ നിന്ന് ബാക്കോട്ട് പോകുന്ന പോലെ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പിറകോട്ട് മൂവ് ചെയ്യുന്ന പോലെ ഇതിന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് ചിഹ്നം വന്നത്. ഇനി നേരെ നമുക്ക് തിരിച്ച് ആലോചിച്ച് നോക്കിയാൽ വെലോസിറ്റി ഓഫ് വന്ദേ ഭാരത് വിത്ത് റെസ്പെക്ട് ടു ജനശതാബ്ദി, അതായത് ജനശതാബ്ദിയിൽ നിൽക്കുന്ന ഒരാൾക്ക് വന്ദേ ഭാരത് എത്ര സ്പീഡിൽ പോകുന്നു, അപ്പോൾ അത് എത്രയായിരിക്കും വരിക? വെലോസിറ്റി ഓഫ് വന്ദേ ഭാരത് മൈനസ് വെലോസിറ്റി ഓഫ് ജനശതാബ്ദി വിച്ച് ഈസ് ഈക്വൽ ടു 100 മൈനസ് 60 വിച്ച് ഈസ് ഈക്വൽ ടു 40 km/h. ഇവിടെ നെഗറ്റീവ് ഇല്ല, കാരണം അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ്. ബാക്കിലോട്ടല്ല പോകുന്നത്, ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇത് ഏതിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്? ഫോർവേഡ് ഡയറക്ഷൻ, അല്ലെങ്കിൽ രണ്ടും സെയിം ലൈനിൽ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന സമയത്ത്. ഇനി റിലേറ്റീവ് വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരണേന്ന് വിചാരിക്കുക. റിലേറ്റീവ് വെലോസിറ്റി ഇൻ വൺ ഡയമെൻഷൻ്റെ കേസാണെങ്കിൽ നമ്മൾ പറയുന്നത് വൺ ഡയമെൻഷൻ. ഇനി വെലോസിറ്റി എ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്, വി ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരു ഡയറക്ഷനിലേക്കുള്ളത് നമ്മൾ പോസിറ്റീവ് എടുത്താൽ, അതായത് സപ്പോസ് ഇവിടെ നമ്മൾ വി എന്ന് പറയുന്നത് പോസിറ്റീവ് എടുത്താൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതിന് നമ്മൾ എപ്പോഴും എന്തെന്ന് പറഞ്ഞിട്ട് എടുക്കണം? നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് എടുക്കണം. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതിന് നമ്മൾ എപ്പോഴും എന്തെന്ന് പറഞ്ഞിട്ട് എടുക്കണം? നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ എന്തായിരിക്കും വരിക? വെലോസിറ്റി ഓഫ് എ മൈനസ്, ഇനി വെലോസിറ്റി ബിയുടെ വെലോസിറ്റി എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്, അപ്പോൾ ഒരു മൈനസും കൂടി, മൈനസ് ഓഫ് വി ബി ഈസ് ഈക്വൽ ടു വി എ പ്ലസ് വി ബി. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി മ്യൂച്വലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരണമെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഓക്കെ, രണ്ടും തമ്മിൽ എന്താ ചെയ്യേണ്ടത്? പ്ലസ്സാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മൾ ആ വന്ദേ ഭാരതിൻ്റെ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ഒന്നുകൂടി ഇവിടെ നോക്കുകയാണ്. അതായത് ജനശതാബ്ദി അങ്ങോട്ട് പോകുന്നു, എത്ര കിലോമീറ്ററിൽ? 60 km/h പോകുന്നു. ഇനി വന്ദേ ഭാരത് എന്ത് ചെയ്യുന്നു? 100 km/h ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ജനശതാബ്ദി, ഇത് വന്ദേ ഭാരത്.
ഇനി നമുക്ക് ഈ നേരത്തെ കാണിച്ചിട്ടുള്ള സംഗതികൾ ഒന്നുകൂടി നോക്കാം. വെലോസിറ്റി ഓഫ് ജനശതാബ്ദി വിത്ത് റെസ്പെക്ട് ടു വന്ദേ ഭാരത്. ജനശതാബ്ദി ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, അതിനെ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് എടുത്തു. വന്ദേ ഭാരത് ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിനെന്തെന്ന് പറഞ്ഞിട്ട് എടുത്തു, നമ്മൾ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ഇക്വേഷൻ പഠിച്ചേക്കണം? വെലോസിറ്റി ഓഫ് ജനശതാബ്ദി മൈനസ് ഓഫ് വെലോസിറ്റി ഓഫ് വന്ദേ ഭാരത്, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ല പോകുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 60 + 100 വിച്ച് ഈസ് ഈക്വൽ ടു 160 km/h. ഈ ഡയറക്ഷനിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നു. 160 km/h ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതായിട്ട് വന്ദേ ഭാരതിലുള്ള ഒരാൾക്ക് തോന്നുന്നു. ഇനി എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റി ഓഫ് വന്ദേ ഭാരത് വിത്ത് റെസ്പെക്ട് ടു ജനശതാബ്ദി, അതായത് ജനശതാബ്ദിയിലിരിക്കുന്ന ഒരാൾക്ക് വന്ദേ ഭാരതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. വെലോസിറ്റി ഓഫ് വന്ദേ ഭാരത് നെഗറ്റീവാണ് ഓൾറെഡി, അപ്പോൾ അതുകൊണ്ട് പിന്നെയും നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. വെലോസിറ്റി ഓഫ് വന്ദേ ഭാരത് മൈനസ് ജനശതാബ്ദി ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് അത് പോസിറ്റീവ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ജനശതാബ്ദി വിച്ച് ഈസ് ഈക്വൽ ടു -100 - 60 വിച്ച് ഈസ് ഈക്വൽ ടു -160 km/h. പക്ഷേ ഏത് ഡയറക്ഷനാണ്? നെഗറ്റീവാണ്, അതായത് ടുവേർഡ്സ് ലെഫ്റ്റിലേക്ക് 160 km/h വന്ദേ ഭാരത് പോകുന്നതായിട്ട് ജനശതാബ്ദിയിലുള്ള ആൾക്കും തോന്നി. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് എയിൽ നിന്ന് ബീനെ മൈനസ് ചെയ്യണം. രണ്ടും സെയിം ഡയറക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിൻ്റെയും വെലോസിറ്റീസിൻ്റെ മാഗ്നിറ്റ്യൂഡ് പരസ്പരം മൈനസ് ചെയ്താൽ മതി. നേരെ മറിച്ച് രണ്ടും സെയിം ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ രണ്ടും നമ്മൾ തമ്മിൽ എന്ത് ചെയ്യേണ്ടി വരും? പ്ലസ് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് ഏതിൻ്റെ കേസിലാണ് പറഞ്ഞത്? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ രണ്ടും 2 പാരലൽ ട്രാക്കിൽ കൂടെ സെയിം ഡയറക്ഷനിലേക്കോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കോ മൂവ് ചെയ്യുന്ന കേസിനകത്ത്. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇപ്പോൾ ഇത് രണ്ടും സെയിം ഡയറക്ഷനിൽ, ഇപ്പോൾ നമ്മൾ ചോദിച്ചല്ലോ ഈ ട്രാക്ക് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ലൈനിൽ കൂടെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഇൻ്റർസെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ട്രാക്കിൽ കൂടെ ഇങ്ങനെ പോകും, ചിലപ്പോൾ ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്ന പോലെ തോന്നും. അപ്പോൾ ആ കേസിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു 2 ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ 2 ഡയമെൻഷണൽ മോഷനാണ്. ഇപ്പോൾ നോക്കിയേ, വരുന്നത് ജനശതാബ്ദി, ഇതങ്ങോട്ട് പോകുന്നു വന്ദേ ഭാരത്. അങ്ങനെയെങ്കിൽ വെലോസിറ്റി ഓഫ് ജനശതാബ്ദി വിത്ത് റെസ്പെക്ട് ടു വന്ദേ ഭാരത് എത്രയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടും കൂടി മൈനസ് ചെയ്യണോ? ഇതിൻ്റെ 60 km/h, ഇതിൻ്റെ 60 km/h, ഇതിൻ്റെ 100 km/h. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി മൈനസ് ചെയ്യണോ? പറ്റില്ല. ആ രീതി വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ വെക്റ്റർ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കണം. വെക്റ്റർ സബ്ട്രാക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു വെക്റ്ററിനെ, അതായത് എ എന്ന് പറയുന്ന വെക്റ്ററിനെ ബി എന്ന് പറയുന്ന വെക്റ്ററിൽ നിന്ന് മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ ബി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുക, എന്നിട്ട് അതും രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? വെക്റ്റർ അഡീഷൻ നടത്തുക. അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സാധനം തന്നെ നമുക്കിവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. രണ്ടിനും വെക്റ്റർ എന്ന് പറയുന്നത് VJ, അതേപോലെ തന്നെ VV. ഇനി നമ്മൾ ചോദിക്കുകയാണ് വെലോസിറ്റി ഓഫ് ജനശതാബ്ദി വിത്ത് റെസ്പെക്ട് ടു വന്ദേ ഭാരത് റിലേറ്റീവ് വെലോസിറ്റി. ഇക്വേഷനൊക്കെ സെയിം തന്നെ, അതായത് വെലോസിറ്റി ഓഫ് ഏതെന്ന് പറയുന്നത് ജനശതാബ്ദിയിൽ നിന്ന് വെലോസിറ്റി ഓഫ് വന്ദേ ഭാരത് കുറയ്ക്കുക. ഇത് വെക്റ്ററിൻ്റെ കേസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്താ സംഭവിക്കുന്നത്? രണ്ടിനെയും പ്ലസ് ചെയ്യണം, പക്ഷേ ഒരു വെക്റ്ററിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ വെലോസിറ്റി ഓഫ് ജനശതാബ്ദിയിൽ നിന്ന് വന്ദേ ഭാരതിൻ്റെ സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം? വെക്റ്റർ അഡീഷൻ നടത്തണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ പ്രോസസ്സിനകത്ത് നോക്കിയേ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ പ്രോസസ്സിനകത്ത് നോക്കിയേ അതെങ്ങനെയാണ് നടത്തുന്നത്? വന്ദേ ഭാരതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യിപ്പിക്കണം. ഇപ്പം ഇങ്ങനെയല്ല വന്ദേ ഭാരത് ഇരിക്കുന്നത്. ഈ വന്ദേ ഭാരതിനെ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ടെയിൽ എൻഡിൽ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കണം. അങ്ങനെ കണ്ടുപിടിക്കുന്ന ഈ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കും ഏതെന്ന് പറയുന്നത്. അതിൻ്റെ ഏതെന്ന് പറയുന്നത്.
അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ സെയിം സാധനം തന്നെ. ഇപ്പോൾ രണ്ടിൻ്റെയും എന്ത് ചെയ്യണമെന്ന് മാത്രം, റിലേറ്റീവ് വെലോസിറ്റി ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് മാത്രം. ഓക്കെ, യെസ്. ഇനി മറ്റത് വെലോസിറ്റി ഓഫ് നോക്കിയേ, ജനശതാബ്ദി, വെലോസിറ്റി ഓഫ് ജനശതാബ്ദി. ഇനി അടുത്തത് എന്താ പോകുന്നത്? വെലോസിറ്റി ഓഫ് വന്ദേ ഭാരത് ഇതേ പോകുന്നു. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് ടെക്നീക്ക് എടുക്കാം. അതായത് വെലോസിറ്റി ഓഫ് വന്ദേ ഭാരത് വിത്ത് റെസ്പെക്ട് ടു ജനശതാബ്ദി. അപ്പോൾ എത്ര? വെലോസിറ്റി ഓഫ് വന്ദേ ഭാരതിൽ നിന്ന് ജനശതാബ്ദിയുടെ വെലോസിറ്റി കുറയ്ക്കണം. വിച്ച് മീൻസ് വെലോസിറ്റി ഓഫ് വന്ദേ ഭാരതിൻ്റെ സെയിം ഡയറക്ഷനിലേക്ക് തന്നെ വെക്കുക. പക്ഷേ ജനശതാബ്ദിയുടെ എന്ത് ചെയ്യണം? ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഇതിനകത്ത് ഫോം ആക്കുക? ജനശതാബ്ദീനെടുത്തു, എന്ത് ചെയ്തു? അതിൻ്റെ ഡയറക്ഷനെ റിവേഴ്സ് ചെയ്തു. ഇനി എന്ത് ചെയ്തു? അതിനെ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ടിൻ്റെയും വെക്റ്റർ കണ്ടുപിടിച്ചു. എങ്ങോട്ടാ? ഈ ഡയറക്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ നോക്കിയേ, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഏത് ഡയറക്ഷനിലേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്തിലേക്കാണ്, ഈസ്റ്റ് ഡയറക്ഷനിലേക്കുമാണ്. അതായത് വെലോസിറ്റി ഓഫ് ജനശതാബ്ദി വിത്ത് റെസ്പെക്ട് ടു വന്ദേ ഭാരത്. അതെങ്ങോട്ട് പോകുന്ന പോലെയാണ് ജനശതാബ്ദിയിലുള്ള ഒരാൾക്ക് തോന്നുക? ഓക്കെ, എങ്ങോട്ട് പോകുന്ന പോലെയാണ് ജനശതാബ്ദിയിലുള്ള ഒരാൾക്ക് തോന്നുക? വന്ദേ ഭാരതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എങ്ങനെ പോകുന്ന പോലെയാണ് ജനശതാബ്ദിയിലുള്ള ഒരാൾക്ക് തോന്നുക? ടുവേർഡ്സ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന പോലെയാണ് അയാൾക്ക് ഫീൽ ചെയ്യുക. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന പോലെയാണ് അയാൾക്ക് എന്ത് ചെയ്യുക? ഫീൽ ചെയ്യുക. യെസ്, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന പോലെയായിരിക്കും അയാൾക്ക് ഫീൽ ചെയ്യുക. യെസ്. ഇനി അടുത്തത് വെലോസിറ്റി ഓഫ് വെലോസിറ്റി ഓഫ് ജനശതാബ്ദി ഇവിടെ എന്താ പറഞ്ഞത്? വെലോസിറ്റി ഓഫ് ജനശതാബ്ദി വിത്ത് റെസ്പെക്ട് ടു വന്ദേ ഭാരത്. യെസ്. വെലോസിറ്റി ഓഫ് ജനശതാബ്ദി വിത്ത് റെസ്പെക്ട് ടു വന്ദേ ഭാരത് നമ്മളിവിടെ പറഞ്ഞതിനകത്തൊന്നും തെറ്റിപ്പോയി. അതായത് വെലോസിറ്റി ഓഫ് ജനശതാബ്ദി വിത്ത് റെസ്പെക്ട് ടു വന്ദേ ഭാരത്. അതായത് ജനശതാബ്ദിയിലിരിക്കുന്ന ഒരാളിൻ്റെ സ്പീഡ് വന്ദേ ഭാരതിന് എങ്ങനെ തോന്നും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ വന്ദേ ഭാരത് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാണ്, ജനശതാബ്ദി ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ്. അപ്പോൾ വന്ദേ ഭാരതിലുള്ള ഒരാൾക്ക് ജനശതാബ്ദി എങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ തോന്നും? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന പോലെ തോന്നും. ഓക്കെ, യെസ്. ഇനി ഇവിടെ നോക്കിയേ, വന്ദേ ഭാരതിൻ്റെ സ്പീഡ് ജനശതാബ്ദിയിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ തോന്നുന്നു? അപ്പോൾ നമ്മൾ നോക്കിയേ, ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങോട്ടാണ് വരുന്നത്? ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പോൾ നോക്കിയാൽ നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക്, അപ്പോൾ ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന പോലെയാണ് തോന്നുക. അപ്പോൾ ജനശതാബ്ദിയിലുള്ള ഒരാൾക്ക് വന്ദേ ഭാരത് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ആയിരിക്കുന്ന പോലെയായിരിക്കും തോന്നുക. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ സംഗതികൾ, ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മെയിൻലി ചോദിക്കുന്നത് റെയിൻ മാൻ പ്രോബ്ലത്തിൻ്റെ ബേസിസിലാണ്. റെയിൻ മാൻ പ്രോബ്ലത്തിൻ്റെ കേസിനകത്ത് ഇത്രയാണ് പറയുന്നത്: ഒരാളൊരു കുട ചൂടി പോകുന്നു, അയാൾ മൂവ് ചെയ്യുന്നത് ഏകദേശം ഒരു 20 km/h വിചാരിക്കുക. മഴ നേരെ താഴത്തോട്ട് 30 km/h ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഈ കുട ഏത് ദിശയിലേക്ക് വേണം ചെരിച്ച് പിടിക്കേണ്ടത്? അങ്ങനെ ചെരിച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുടയിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയുടെ വാല്യൂ എത്ര? ഇങ്ങനത്തെ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങളിപ്പോൾ ബൈക്കിൽ പോകാമെന്ന് വിചാരിക്കുക. ബൈക്കിൽ പോണ സമയത്ത് അല്ലെങ്കിൽ സൈക്കിളിൽ പോണ സമയത്ത് നിങ്ങൾ നല്ല സ്പീഡിൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബാക്കിൽ ഒരു കൂട്ടുകാരനുണ്ട്, കൂട്ടുകാരൻ നിങ്ങൾക്ക് കുടയും പിടിച്ച് തരുന്നുണ്ട്. അപ്പം ഈ സൈക്കിൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങോട്ട് ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാലാണ് കൂട്ടുകാരന് കൂടുതൽ ഇത് കൊള്ളാതിരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മഴ കൊള്ളാതിരിക്കുക? ഫ്രണ്ടിലോട്ട് ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ, അല്ലേ, ഫ്രണ്ടിലോട്ട് നമ്മൾ ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാലാണ് കൂട്ടുകാരൻ എപ്പോഴും എന്ത് കൊള്ളാതിരിക്കുക, മഴ മാക്സിമം കൊള്ളാതിരിക്കുക. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും കുട എന്ത് ചെയ്യണം, ഫ്രണ്ടിലോട്ട് ചെരിച്ച് പിടിക്കണം, ആണല്ലോ. അത് ഏതിൻ്റെ അപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്? ഈ റെയിൻമാൻ പ്രോബ്ലം അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റിയുടെ അപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. ഇനി അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഇപ്പോൾ റെയിൻമാൻ പ്രോബ്ലത്തിനകത്ത് കേസിനകത്ത് നിങ്ങളെടുത്തോ, റെയിൻമാൻ പ്രോബ്ലത്തിൻ്റെ കേസിനകത്ത് എടുത്തോ, റെയിൻ മാൻ. എ മാൻ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി. മാൻ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി. വെലോസിറ്റി ഓഫ് മാൻ എന്ന് പറയുന്നത് VM ആണെന്ന് വിചാരിക്കുക. റെയിൻ നേരെ താഴത്തേക്ക് കുത്തനെ വീഴുന്നു. റെയിൻ നേരെ താഴത്തേക്ക് കുത്തനെ വീഴുന്നു. വെലോസിറ്റി ഓഫ് ദ റെയിൻ. അപ്പോൾ രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. രണ്ടും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഓക്കെ, നോക്കിക്കോ. വെലോസിറ്റി ഓഫ് ദ റെയിൻ നേരെ ടുവേർഡ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ, വെലോസിറ്റി ഓഫ് ദ മാൻ ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്താണെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് ആ വീഴുന്ന മഴ എങ്ങോട്ട് ചെരിഞ്ഞ് വീഴുന്ന പോലെ, എത്ര വെലോസിറ്റിയിൽ വീഴുന്ന പോലെ തോന്നും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ. അപ്പോൾ ഇവിടെ നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ട വെലോസിറ്റി ആരുടെയാണ്? നമ്മൾ ഏതിൻ്റെ വെലോസിറ്റിയാണ് റിവേഴ്സ് ചെയ്യേണ്ടത്? മാനിൻ്റെ വെലോസിറ്റിയാണ് റിവേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ മാൻ്റെ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? റിവേഴ്സ് ചെയ്യാം. -VM. റെയിനിൻ്റെ വെലോസിറ്റി അങ്ങോട്ട് തന്നെ, താഴോട്ട് തന്നെ. റെയിനിൻ്റെ വെലോസിറ്റി അങ്ങോട്ട് തന്നെ, താഴോട്ട് തന്നെ. അത് VR. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. അതിന് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രയാങ്കുലർ മെത്തേഡാണെന്ന് പറഞ്ഞു. മറ്റൊരു മെത്തേഡ് എന്താ? പാരലോഗ്രാം ലോ ആണ്. പാരലോഗ്രാം ലോയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ട് വെക്ടറിനെയും സെയിം പോയിന്റിൽ തുടങ്ങുന്ന പോലെ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ റിസൾട്ടൻ്റ്, ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങോട്ടായിരിക്കും? ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു പോയിന്റിൽ കൂടിയായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു സെയിം ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ റിസൾട്ടൻ്റ് വെലോസിറ്റിനെ VR എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അതായത് V of RM, വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ, വിച്ച് ഈസ് ഈക്വൽ ടു VR മൈനസ് VM. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ടൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് VRM ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VM സ്ക്വയർ പ്ലസ് രണ്ടും തമ്മിലുള്ള ആംഗിൾ. എത്രയാണ് പറഞ്ഞത്? 90 ഡിഗ്രി. 2 × VR × VM × cos 90. ഇത് രണ്ടും 90 അല്ലേ? ഈ cos 90യുടെ വാല്യൂ എത്ര പറഞ്ഞത്? 0. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു VR സ്ക്വയർ പ്ലസ് VM സ്ക്വയർ. ഇനി എത്ര ആംഗിളിലാണ് ഈ സാധനം വീഴുന്നത്? വിത്ത് റെസ്പെക്ട് ടു ദ വെർട്ടിക്കൽ. അതായത് വെർട്ടിക്കലുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എത്ര ആംഗിളിലാണ് ഈ പറഞ്ഞ സാധനം വീഴുന്നത്? അപ്പോൾ വെർട്ടിക്കലുമായിട്ട് അതുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്തോ. വെർട്ടിക്കലുമായിട്ട് അതുണ്ടാക്കുന്ന ആംഗിൾ എന്തെന്ന് പറഞ്ഞിട്ട് എടുത്തോ.